ജബൽപൂരിൽ ജോർജ് എന്ന വൈദികന്റെ മുഖത്തേറ്റാടി രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ തിരുമുഖത്താണ് കൊണ്ടതെന്ന് തലശ്ശേരി ബിഷപ്പ് ജോസഫ് പാംപ്ലാനി. ഇത് തിരിച്ചറിയാനുള്ള വിവേകം സമുദായത്തിന് ഉണ്ടെന്ന സത്യം എല്ലാവരും മനസ്സിലാക്കുന്നത് നല്ലതാണെന്നും ജോസഫ് പാംപ്ലാനി പറഞ്ഞു. ജബൽപൂരില് ഒരു ക്രൈസ്തവ വൈദികന്റെ കരണത്ത് ചില വ്യക്തികൾ അടിച്ചപ്പോൾ ആ അടിയേറ്റത് കേവലം ജോർജ് എന്ന വൈദികന്റെ കരണത്ത് മാത്രമല്ല, ആ അടിയേറ്റത് ഭാരതത്തിന്റെ മതേതരത്വത്തിന്റെ തിരുമുഖത്താണ് എന്ന സത്യം തിരിച്ചറിയാൻ തക്ക വിവേകം ഇവിടുത്തെ സമുദായത്തിനുണ്ട് എന്നുള്ള സത്യം ഏവരും മനസ്സിലാക്കുന്നത് നല്ലതാണ്. ലതീഷ് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. ലതീഷ്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിൽ ചർച്ചയായ ഒരു കാര്യമാണ് ഈ വൈദികന് നേരെയുള്ള ആക്രമണം. എന്തായാലും ഇതിലിപ്പോൾ സഭകളൊക്കെ തന്നെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് ജോസഫ് പാംപ്ലാനി പറയുന്നത്? അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ? വിവരങ്ങൾ. ജബൽപൂരിൽ മലയാളി വൈദികനായ ജോർജിന്റെ മുഖത്തേറ്റ അടി രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ തിരുമുഖത്തേറ്റ അടിയാണെന്നാണ് ഇപ്പോൾ തലശ്ശേരി ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനി പറഞ്ഞിരിക്കുന്നത്. ഇത് തിരിച്ചറിയാനുള്ള വിവേകം സമുദായത്തിന് ഉണ്ടെന്ന സത്യം എല്ലാവരും മനസ്സിലാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് സംഘടിപ്പിച്ച കത്തോലിക്ക കോൺഗ്രസ് അവകാശ പ്രഖ്യാപന റാലിയിൽ സംസാരിക്കുകയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. അതായത് ഇതിൽ വലിയ പ്രതിഷേധം സഭയ്ക്കകത്ത് തന്നെ ഉയർന്നു വരുന്നു എന്ന് തന്നെയാണ് ജോസഫ് പാംപ്ലാനിയുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതുകൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറഞ്ഞത്, ചർച്ച് ബിൽ കാണിച്ചാലും ഭയപ്പെടുത്തേണ്ട ആവശ്യമില്ല. സഭ എന്തെങ്കിലും സ്വരുക്കൂട്ടിയിട്ടുണ്ടെങ്കിൽ അധ്വാനിച്ചുണ്ടാക്കിയതാണ്. അന്യായമായി എന്തെങ്കിലും സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഭയപ്പെടേണ്ടതുള്ളൂ. അത്തരത്തിലൊരു ഭയപ്പാടും സഭയ്ക്കില്ല എന്നും ജോസഫ് പാംപ്ലാനി വ്യക്തമാക്കുകയുണ്ടായി. ശരി ലതീഷ്, എന്തായാലും ജബൽപൂരിൽ ജോർജ് എന്ന വൈദികനെ അടിച്ച അല്ലെങ്കിൽ ആക്രമണത്തിനിടയാക്കിയ സംഭവത്തിൽ ഇപ്പോൾ പ്രതിഷേധം അങ്ങോളം ഇങ്ങോളം ഉയർന്നു വരുന്നു. ഇപ്പോൾ ഇതാ ജോസഫ് പാംപ്ലാനി തലശ്ശേരി ബിഷപ്പാണ്, അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് അല്പസമയം മുമ്പ് നമ്മൾ കേട്ടത്. ഇത് തിരിച്ചറിയാനുള്ള വിവേകം സമുദായത്തിന് ഉണ്ടാകണമെന്നൊരു സന്ദേശം കൂടി അദ്ദേഹം ഈ ഒരു ഘട്ടത്തിൽ നൽകുകയാണ്. ലതീഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.